ഇനി അടുത്ത നമുക്ക് PHPക്കകത്ത് നമുക്ക് നോക്കേണ്ടത് ഓപ്പറേറ്റേഴ്സ് ടൈപ്സ് എന്നാണ്. ഓക്കെ, സോ ഓപ്പറേറ്റേഴ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് PHPക്കകത്ത്. സോ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഓപ്പറേറ്റേഴ്സ് നമുക്കുണ്ട്. അരിത്മെറ്റിക് ഓപ്പറേറ്റേഴ്സ്, കമ്പാരിസൺ ഓപ്പറേറ്റേഴ്സ്, ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ്, അസൈൻമെൻറ്റ്, സ്ട്രിങ്, അറേ, കണ്ടീഷണൽ ഓപ്പറേറ്റേഴ്സും ഉണ്ട്. ഇതിൽ അരിത്മെറ്റിക് ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുന്നത് നമുക്ക് ഈ പ്ലസ്, മൈനസ്, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ അങ്ങനത്തെയുള്ള കേസുകൾ നമ്മൾ അരിത്മെറ്റിക് ഓപ്പറേറ്റേഴ്സ് എന്നാണ് പറയുന്നത്. ഇപ്പോൾ രണ്ട് വേരിയബിൾ നമ്മൾ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ കറസ്പോണ്ടിങ് നമുക്ക് വാല്യൂ കിട്ടും. അതുപോലെ മൈനസ് ചെയ്യുമ്പോഴും നമുക്ക് അതിൻ്റെ വാല്യൂ കിട്ടും. സെയിം തന്നെയാണ്. പിന്നെ പ്ലസ് പ്ലസ് നമുക്ക് ഇന്നുണ്ട്, മൈനസ് ഉണ്ട്. അതാണ് നമുക്ക് അരിത്മെറ്റിക് ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുന്നത്. പിന്നെ വരുന്നത് കമ്പാരിസൺ ഓപ്പറേറ്റേഴ്സ് ആണ്. അതായത് രണ്ട് വാല്യൂ തമ്മിൽ കമ്പയർ ചെയ്യുന്നത് നമ്മൾ ഡബിൾ ഈക്വൽ ടു വെച്ച് ചെക്ക് ചെയ്യും, നോട്ട് ഈക്വൽ ടു വെച്ച് ചെക്ക് ചെയ്യും, ഗ്രേറ്റർ ദാൻ ഉണ്ട്, ലെസ് ദാൻ ഉണ്ട്, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഉണ്ട്, ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഉണ്ട്. അതാണ് കമ്പാരിസൺ ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുന്നത്. ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ആൻഡ്, ഓർ അങ്ങനത്തെ ടൈപ്പിനെയാണ് നമ്മൾ ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് എന്ന് പറഞ്ഞത്. സോ രണ്ട് വേരിയബിളിനെ നമ്മൾ ലോജിക്കൽ ഓപ്പറേറ്റർ വെച്ച് നോക്കുമ്പോൾ നമുക്ക് തിരിച്ച് തരുന്നത് ഒരു ബൂളിയൻ വാല്യൂ ആയിരിക്കും തരുന്നത്. ഓക്കെ, ഇപ്പം ആൻഡ് കണ്ടീഷൻ ആണെങ്കിൽ A ആൻഡ് B ആണെങ്കിൽ രണ്ടും ഈക്വൽ ആണെങ്കിൽ നമ്മൾ ട്രൂ ആയിരിക്കും. A ഓർ B എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു വേരിയബിൾ ട്രൂ ആണെങ്കിൽ അത് റിട്ടേൺ ചെയ്യുന്ന ട്രൂ ആയിരിക്കും. ഡബിൾ ആൻഡ് ഒരു സൈൻ ഉണ്ട്, നമുക്ക് ഓറിൻ്റെ സിമ്പിൾ യൂസ് ചെയ്യാം. ഓക്കെ, ആൻഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് വേർഡായിട്ടും യൂസ് ചെയ്യാം, അതുപോലെ ഡബിൾ ആംബർസാൻഡ് നമുക്ക് അങ്ങനെയും യൂസ് ചെയ്യാൻ പറ്റും. അതാണ് നമ്മുടെ ഇവിടെ ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് വരുന്നത്. പിന്നെ നമുക്ക് വരുന്നത് അസൈൻമെൻറ്റ് ഓപ്പറേറ്റേഴ്സ് ആണ്. അതായത് വേരിയബിളിൽ നമ്മൾ ഈക്വൽ ടു വാല്യൂ എന്ന് പറയുന്നത് അസൈൻ ചെയ്യത്തില്ലേ, ഒരു വാല്യൂ നമ്മൾ വേരിയബിളിൽ അസൈൻ ചെയ്യുന്നതിനാണ് നമ്മൾ അസൈൻമെൻറ്റ് ഓപ്പറേറ്റേഴ്സ് എന്ന് പറഞ്ഞത്. ഇപ്പോൾ ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ നമ്മൾ C ഈക്വൽ ടു A+B എന്ന് പറഞ്ഞാൽ A+Bയുടെ വാല്യൂ എന്താണോ ആ വാല്യൂ Cനകത്തോട്ട് സെറ്റ് ചെയ്ത് വെക്കും. അതുപോലെ തന്നെ പ്ലസ് ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ C പ്ലസ് ഈക്വൽ ടു ഈസ് ഈക്വലൻ ടു C ഈസ് ഈക്വൽ ടു C+A. ഓക്കെ, C പ്ലസ് ഈക്വൽ ടു എന്ന് പറഞ്ഞത് നമ്മൾ C ഈക്വൽ ടു C+A, അതിനാണ് നമ്മൾ അതിൻ്റെ ഷോർട്ട് ഫോം ആണ് നമ്മൾ പ്ലസ് ഈക്വൽ ടു യൂസ് ചെയ്യുന്നത്. പിന്നെ അതുപോലെ മൈനസ് ഈക്വൽ ടു അതുപോലെയാണ് ചെയ്യുന്നത്, ഇൻറ്റു ഈക്വൽ ടു. ഇതൊക്കെ എല്ലാം നമുക്ക് വരുന്നത് അസൈൻമെൻറ്റ് ഓപ്പറേറ്റേഴ്സ് ആണ്. ഓക്കെ, സിമ്പിൾ അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ ഉണ്ട്, കോമ്പൗണ്ട് അസൈൻമെൻറ്റ് ഓപ്പറേറ്റേഴ്സും ഉണ്ട്. രണ്ട് ടൈപ്പാണ്. പിന്നെ വരുന്നത് നമുക്ക് സ്ട്രിങ് ഓപ്പറേറ്റേഴ്സ് ആണ്. സ്ട്രിങ് ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുന്നത് നമ്മൾ ഡോട്ട് എന്ന് പറയുന്ന ഒരു ഓപ്പറേറ്റർ ഉണ്ട്, അത് ആക്ച്വലി കൺകാറ്റിനേഷൻ ഓപ്പറേറ്റർ ആണ്. അത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ജസ്റ്റ് ഒരു എക്സാമ്പിളിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കൺകാറ്റിനേഷൻ, അതായത് രണ്ട് സ്ട്രിങ്ങും കൂടെ ജോയിൻ ചെയ്യുന്നതിൻ്റെ ആണ് നമ്മൾ ഡോട്ട് സിമ്പിൾ യൂസ് ചെയ്യുന്നത്. നമ്മൾ ജാവാ സ്ക്രിപ്റ്റിലാണെങ്കിൽ പ്ലസ് വെച്ചിട്ടായിരിക്കും നമ്മൾ ഇപ്പോൾ രണ്ട് സ്ട്രിങ് ഉണ്ടെങ്കിൽ ആ രണ്ട് സ്ട്രിങ്ങിനെ കൺകാറ്റിനെങ്കിൽ നമ്മൾ പ്ലസ് വെച്ചിട്ടായിരിക്കും യൂസ് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ PHPയുടെ കേസിൽ നമ്മളിവിടെ ഡോട്ട് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. അതുപോലെ നമുക്ക് ഡോട്ട് ഈക്വൽ ടു ഉണ്ട്, അത് കൺകാറ്റിനേഷൻ അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ ഉള്ളത് അറേ ഓപ്പറേറ്റേഴ്സ് ഉണ്ട്. $A+B എന്ന് പറഞ്ഞാൽ യൂണിയൻ ആണ്. ഡബിൾ ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ ഈക്വാലിറ്റി, ട്രിപ്പിൾ ഈക്വൽ ടു എന്ന് പറയുന്ന ഐഡന്റിറ്റി. ഈ ഡബിൾ ഈക്വൽ ടു ട്രിപ്പിൾ ഈക്വൽ ടുവിൻ്റെ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഡബിൾ ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ അത് രണ്ടും ഈക്വൽ ആണെന്ന് നോക്കും. ട്രിപ്പിൾ ഈക്വൽ ടു ആണെങ്കിൽ അതിൻ്റെ വാല്യൂവും നോക്കും, അതുപോലെ തന്നെ അതിൻ്റെ ടൈപ്പും കൂടെ ചെക്ക് ചെയ്യും. അതാണ് ഈ ട്രിപ്പിൾ ഈക്വൽ ടു ഡബിൾ ഈക്വൽ ടുവിന് തമ്മിലുള്ള ഡിഫറൻസ്. പിന്നെ കണ്ടീഷണൽ ഓപ്പറേറ്റേഴ്സ് നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യും. ഇത് ആക്ച്വലി ടെർണറി ഓപ്പറേറ്റർ ആണ്, വളരെ യൂസ്ഫുൾ ഉള്ള സാധനമാണ്. നമ്മൾ കൂടുതലും പ്രോജക്റ്റിനൊക്കെ യൂസ് ചെയ്യുന്നത്. നമ്മൾ ഇഫ് കണ്ടീഷൻ യൂസ് ചെയ്യുന്നതിന് പകരം നമ്മൾ ഒറ്റ ലൈനിൽ തന്നെ നമുക്ക് ടെർണറി ഓപ്പറേറ്റർ വെച്ച് നമുക്ക് ഇവിടെ ചെയ്യാം. അതിൻ്റെ സിൻടാക്സ് എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യൻ മാർക്ക് ഡബിൾ കോളൻ ആണ്. ഇഫ് കണ്ടീഷൻ ഈസ് ട്രൂ ദെൻ വാല്യൂ എക്സ്, അതായത് ഡബിൾ കോളന് നമ്മളെ ഇടയിൽ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും വാല്യൂ ആണ്. അതിൽ ഇങ്ങനെ ആയിരിക്കും സംഭവം. ഇഫ് കണ്ടീഷൻ ഇസ് ട്രൂ ക്വസ്റ്റ്യൻ മാർക്ക് കഴിഞ്ഞാൽ ആദ്യത്തെ വാല്യൂ എടുക്കും, വാല്യൂ എക്സ് എന്ന് പറയുന്നത് എടുക്കും. ഇല്ലെങ്കിൽ ഡബിൾ കോളൻ കഴിഞ്ഞിട്ടുള്ള എന്താണോ വാല്യൂ അതായിരിക്കും നമ്മൾ എടുക്കുന്നത്. അതായത് ഫാൾസ് കേസ് ആണെങ്കിൽ രണ്ടാമത്തത് വരും, ട്രൂ കേസ് ആണെങ്കിൽ ഫസ്റ്റ് ആയിരിക്കും വരുന്നത്, ഫസ്റ്റ് വാല്യൂ ആയിരിക്കും എടുക്കുന്നത്. പിന്നെ നമുക്ക് ഓപ്പറേറ്റർ പ്രസിഡൻസ് ഉണ്ട്, അതിനെല്ലാം ഇതിനകത്ത് നിങ്ങൾക്ക് റെഫർ ചെയ്യാനുള്ളൂ. ഇനി അടുത്ത നമുക്ക് അരിത്മാറ്റിക് ഓപ്പറേറ്റേഴ്സ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ പ്ലസും മൈനസ് ഇൻറ്റു ഡിവിഷനൊക്കെ എല്ലാം നമുക്ക് യൂസ് ചെയ്യുന്നത് അരിത്മാറ്റിക് ഓപ്പറേറ്റേഴ്സ് ആണ്. പെർസെൻറ്റേജ് എടുക്കും, ഡബിൾ പ്ലസ് ഉണ്ട്, ഡബിൾ മൈനസ് ഉണ്ട്, അത്രയേ ഉള്ളൂ. പിന്നെ കമ്പാരിസൺ ഓപ്പറേറ്റേഴ്സ് നേരത്തെ പറഞ്ഞ പോലെ ഡബിൾ ഈക്വൽ ടു, നോട്ട് ഈക്വൽ ടു, അതായത് രണ്ട് വാല്യൂ തമ്മിൽ കമ്പയർ ചെയ്തിട്ട് അത് ട്രൂ ആണോ ഫാൾസ് ആണോ എന്ന് നമുക്ക് വാല്യൂ റിട്ടേൺ ചെയ്ത് തരും. അതിൻ്റെ എക്സാമ്പിൾ ആണ് ഇവിടെ ഇരിക്കുന്നത്. ഇഫ് $A ഡബിൾ ഈക്വൽ ടു $B,
രണ്ട് വേരിയബിൾ തമ്മിൽ കമ്പയർ ചെയ്തിട്ട് അത് ട്രൂ ആണോ ഫാൾസ് ആണോ നോക്കും. അപ്പോൾ അത് എക്കോ ടെസ്റ്റ് 1A ഈസ് ഈക്വൽ ടു ബി അല്ലെങ്കിൽ ടെസ്റ്റ് 1A ഈസ് നോട്ട് ഈക്വൽ ടു ബി. അപ്പോൾ ഇത് നമുക്ക് പോകെ നമുക്ക് PHPയുടെ പ്രോജക്റ്റ് ചെയ്യുമ്പോൾ നമുക്കത് മനസ്സിലാക്കാം. ഓക്കെ, ഇനി അടുത്ത വരുന്നത് ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് ആണ്. ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് നേരത്തെ പറഞ്ഞ പോലെ ആൻഡ് ഓർ എന്ന് പറയുന്നത് ലോജിക്കൽ ഓപ്പറേറ്റർ ആണ്. രണ്ടും തമ്മിലും ടെസ്റ്റ് ചെയ്ത് നോക്കും. ഇപ്പോൾ $A $B ആണെങ്കിൽ, അതായത് രണ്ട് വേരിയബിള് ട്രൂ ആണെങ്കിൽ ഫസ്റ്റ് കണ്ടീഷനിലും പോകും, ഇല്ലെങ്കിൽ സെക്കൻഡ് കണ്ടീഷനിലേക്കും പോകും. അതുപോലെ തന്നെ ഓർ യൂസ് ചെയ്യുകയാണെങ്കിൽ ഏതെങ്കിലും ഒരു വാല്യൂ ട്രൂ ആണെങ്കിൽ അതിന് ഫസ്റ്റ് കണ്ടീഷൻ ആയിരിക്കും എടുക്കുന്നത്, ഇല്ലാന്നുണ്ടെങ്കിൽ സെക്കൻഡ് കണ്ടീഷനിലായിരിക്കും പോകുന്നത്. ഓക്കെ, അതാണ് നമ്മുടെ ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ. ഇനി അടുത്ത അസൈൻമെന്റ് ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുന്നത് നമ്മൾ അസൈൻ ചെയ്യുന്ന ഒരു വേരിയബിൾ, നമ്മൾ വാല്യൂ വേരിയബിളിലോട്ട് അസൈൻ ചെയ്യുന്നതിനാണ് നമ്മൾ അസൈൻമെന്റ് ഓപ്പറേറ്റേഴ്സ് യൂസ് ചെയ്യുന്നത്. അതിൽ ഈക്വൽ ടു, പ്ലസ് ഈക്വൽ ടു, മൈനസ് ഈക്വൽ ടു, ഇൻറ്റു ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ ഇത്രയും ഓപ്പറേറ്റേഴ്സ് ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്. അതിനെ നമ്മൾ എന്ത് പറയുന്നത് അസൈൻമെന്റ് ഓപ്പറേറ്റേഴ്സ് എന്നാണ് പറയുന്നത്. ഇവിടെ നമ്മൾ $C ഈസ് ഈക്വൽ ടു $A പ്ലസ് $B എന്ന് പറഞ്ഞാൽ ഇത് സം ചെയ്യും. ഓക്കെ, എയും ബിയും കൂടെ ആഡ് ചെയ്തിട്ട് ആ ആഡ് ചെയ്ത വാല്യൂ നമ്മൾ സിനകത്തോട്ട് $C എന്ന് പറഞ്ഞ വേരിയബിളിനകത്തോട്ട് അസൈൻ ചെയ്ത് വയ്ക്കും. അത് ഈക്വൽ ടു സിമ്പിളാണ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് പ്ലസ് ഈക്വൽ ടു ഉണ്ട്, അതുപോലെ തന്നെ മൈനസ് ഈക്വൽ ടു എന്ന് പറഞ്ഞ ഉണ്ട്. അതിൻ്റെ റിസൾട്ടും കാര്യങ്ങളാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ഇനി അടുത്ത സ്ട്രിങ് ഓപ്പറേറ്റർ. സ്ട്രിങ് ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുന്നത് നമ്മൾ കൺകാറ്റിനേഷൻ ഓപ്പറേറ്റർ നമ്മൾ യൂസ് ചെയ്യും. അതിന് നമ്മൾ ചെയ്യുന്നത് ഡോട്ട് എന്ന് പറയുന്ന ഓപ്പറേറ്റർ ആയിരിക്കും. ഇപ്പോൾ $ഫസ്റ്റ് എന്ന് പറയുന്നത് ഒരു സ്ട്രിങ് വാല്യൂ, $സെക്കൻഡ് എന്ന് പറയുന്നത് സെക്കൻഡ് സ്ട്രിങ് വാല്യൂ ആണ്. ഈ ഫസ്റ്റ് സ്ട്രിങ്ങും സെക്കൻഡ് സ്ട്രിങ്ങിനെ ജോയിൻ ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ കൺകാറ്റിനേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നത് ഡോട്ട് സിമ്പിൾ വെച്ചിട്ടായിരിക്കും യൂസ് ചെയ്യുന്നത്. ജാവാസ്ക്രിപ്റ്റിൽ നമ്മൾ പ്ലസ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്, പക്ഷേ ഇവിടെ നമ്മൾ PHPയുടെ കേസിൽ ഡോട്ട് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ ഹലോ PHP $3 വേരിയബിൾ ഇവിടെ സ്ട്രിങ് ആണ് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതിൽ $X ഡോട്ട് $Y ഡോട്ട് $Z കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ ഈ $X $Y Z ഈ 3 വേരിയബിളിലുള്ള സ്ട്രിങ്ങിനെ പിടിച്ചങ്ങ് കൺകാറ്റിനേറ്റ് ചെയ്ത് വെക്കും. ഓക്കെ, പിന്നെ കൺകാറ്റിനേഷൻ അസൈൻമെന്റ് ഓപ്പറേറ്റർ ഇൻ PHP, അതിന് നമ്മൾക്ക് ഇങ്ങനെ ഡോട്ട് ഈക്വൽ ടു എന്ന് പറഞ്ഞ് സെറ്റ് ചെയ്ത് വെച്ചാൽ നമുക്ക് ഇങ്ങനെ കിട്ടും. ഓക്കെ, ഇപ്പോൾ $X ഡോട്ട് ഈക്വൽ ടു $Y എന്ന് പറഞ്ഞാൽ $X ഈക്വൽ ടു $X ഡോട്ട് $Y അതാണ് ഇങ്ങനെ വരുന്നത്. നമ്മൾ പ്ലസ് ഈക്വൽ ടു എന്ന് പറഞ്ഞ ഒരു ഓപ്പറേറ്റർ വയ്ക്കില്ലേ, അതുപോലെ സെയിം തന്നെയാണ് നമ്മൾ ഡോട്ട് ഈക്വൽ ടു എന്ന് പറഞ്ഞ് വയ്ക്കുന്നത്. പിന്നെ നമുക്ക് അറേ ഓപ്പറേറ്റേഴ്സ് വരുന്നുണ്ട്. അറേ ഓപ്പറേറ്റേഴ്സിൽ നമുക്ക് ഇതിനകത്ത് പ്ലസ്, ഡബിൾ ഈക്വൽ ടു, ട്രിപ്പിൾ ഈക്വൽ ടു സംഭവങ്ങളൊക്കെ എല്ലാം വരുന്നുണ്ട്. ഇപ്പോൾ രണ്ട് അറേ നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ 2 അറേ ഉണ്ട്. ആ 2 വേരിയബിളിനകത്താണ് സെറ്റ് ചെയ്ത് വയ്ക്കാൻ ARR1 ARR2. ഓക്കെ, ഈ രണ്ടും കൂടെ സം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും, നമ്മൾ ഇതിനെ പിടിച്ച് ഈ അറയിലുള്ള എലിമെൻറ്റ്സ് എല്ലാം ജോയിൻ ചെയ്യും. ഓക്കെ, ഇവിടെ 3 എലിമെൻറ്റ്സ് ഉണ്ട് ഫസ്റ്റ് വേരിയബിളിൽ. സെക്കൻഡ് വേരിയബിളിൽ 3 എലിമെൻറ്റ്സ് ആണ് ഉള്ളത്. അപ്പോൾ അതും കൂടെ സം ചെയ്യുമ്പോൾ $R1 പ്ലസ് $R2 കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ ഇത്രയും 6 എലിമെൻറ്റ്സ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ഓക്കെ, സോ അതെന്ന് വെച്ചാൽ ഈ അറേ രണ്ടും തമ്മിൽ യൂണിയൻ ആവും. ഓക്കെ, അതാണ് ഉദ്ദേശിക്കുന്നത്. വെൻ 2 അറേ ആർ ഈക്വൽ, ഇപ്പോൾ 2 അറേ ഈക്വൽ ആണെന്ന് ചെക്ക് ചെയ്യും. ആ അറേ ചെക്ക് ചെയ്യാനായിട്ട് നമ്മളിവിടെ എന്ത് ചെയ്യും, അതായത് ഫസ്റ്റ് അറയിലുള്ള എലിമെൻസും സെക്കൻഡ് അറയിലുള്ള എലിമെൻസ് ഈക്വൽ ആണോ എന്ന് നോക്കും. ആ ഈക്വൽ ആണെങ്കിൽ നമുക്കിവിടെ ബൂളിയൻ ട്രൂ ആയിരിക്കും വരുന്നത്, അല്ലാന്നുണ്ടെങ്കിൽ ഫാൾസ് ആയിരിക്കും റിട്ടേൺ ചെയ്യുന്നത്. ഇപ്പോൾ 2 അറേസ് ആർ ഐഡന്റിക്കൽ. ഐഡന്റിക്കൽ എന്ന് പറയുന്നത് ഇതിൻ്റെ ടൈപ്പും അതും കൂടെ ചെക്ക് ചെയ്യും. ഓക്കെ, പിന്നെ വരുന്നത് കണ്ടീഷണൽ ഓപ്പറേറ്റേഴ്സ് ആണ്. കണ്ടീഷണൽ ഓപ്പറേറ്റേഴ്സ് നേരത്തെ പറഞ്ഞ പോലെ ടെർണറി ഓപ്പറേറ്റർ ആണ് നമ്മളിവിടെ വരുന്നത്. ഇപ്പോൾ സിൻടാക്സ് എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ ഒരു കണ്ടീഷൻ കൊടുക്കണം, ഇഫ് A ഗ്രേറ്റർ ദാൻ B. ഓക്കെ, ഇഫ് A ഗ്രേറ്റർ ദാൻ B ആണെങ്കിൽ ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടിട്ട് ആ A ഗ്രേറ്റർ ദാൻ B ട്രൂ ആണെങ്കിൽ ഫസ്റ്റ് വാല്യൂ എടുക്കും, വാല്യൂ ഇഫ് ട്രൂ, ഇല്ല എന്നുണ്ടെങ്കിൽ ഫാൾസ് ആയിരിക്കും എടുക്കുന്നത്. സോ ടെർണറി ഓപ്പറേറ്റർ ആണ് ഇതിന് പറയുന്നത്. സോ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ഉള്ള സാധനമാണ്. കോമൺലി ആയിട്ട് നമ്മൾ കൂടുതലും യൂസ് ചെയ്യുന്നത് ഇങ്ങനത്തെ ടൈപ്പുള്ള ഓപ്പറേറ്റേഴ്സ് ആണ്. അതാകുമ്പോൾ നമ്മൾ ഇഫ് കണ്ടീഷൻ യൂസ് ചെയ്യുന്നതിന് പകരം നമുക്ക് ടെർണറി ഓപ്പറേറ്റർ വെച്ച് നമുക്ക് ഒറ്റ ലൈനിൽ എഴുതാൻ പറ്റും. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത.
അത് PHP യിൽ മാത്രമല്ല, നമുക്ക് ജാവ സ്ക്രിപ്റ്റിലും jQueryയിലും ഏത് വേണമെങ്കിലും നമുക്ക് ടെർണറി ഓപ്പറേറ്റർ യൂസ്ഫുൾ ആണ്. പിന്നെയുള്ള സ്പ്രെഡ് ഓപ്പറേറ്റർ വളരെ ഇമ്പോർട്ടൻറ്റ് സാധനമാണ്. അതായത് നമുക്ക് സ്പ്രെഡ് ഓപ്പറേറ്റർ യൂസ് ചെയ്യുന്ന എപ്പോഴെന്ന് പറഞ്ഞാൽ, ഇപ്പം നമുക്ക് എലമെൻറ്റ്സ് ഉണ്ട്. ഓക്കെ, ഇപ്പോൾ എലമെൻറ്റ്സ് ഉണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഒരു 10 എലമെൻറ്റ്സ് ഉണ്ട്. ഇപ്പോൾ എനിക്ക് പുതിയൊരു എലമെൻറ്റ്സ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 2 എലമെൻറ്റ്സ് ആഡ് ചെയ്യണമെന്നുണ്ട്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ARR1 എന്ന് പറയുന്നത് 4, 5 2 എലമെൻറ്റ്സേ ഉള്ളൂ. അറേ 2 എന്ന് പറഞ്ഞാൽ പുതിയൊരു അറേയാണ്. അതിൽ 1, 2, 3 ബാക്കി എനിക്ക് ഈ 4, 5 എനിക്ക് ഇതിനകത്തോട്ട് ആഡ് ചെയ്യണം. അപ്പോൾ അവിടെ എന്താ ചെയ്യുന്ന പറഞ്ഞാൽ നമ്മളിവിടെ സ്പ്രെഡ് ഓപ്പറേറ്റർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ 4ഉം 5ഉം അതായത് അതിൽ നിന്നുള്ള എലമെൻറ്റ്സ് എല്ലാം ഇതിനകത്ത് പുതിയ അറേക്കകത്തോട്ട് ആഡ് ചെയ്യും. ഓക്കെ, മറ്റേത് സെയിം തന്നെയാണ്. അതായത് ഫസ്റ്റ് അറയിൽ സെക്കൻഡ് അറേ ഉണ്ട്, 2 വേരിയബിളിനകത്താണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കണം. അതിൽ മൂന്നാമത്തെ അറേ എന്ന് പറയുന്നത്, മൂന്നാമത്തെ വേരിയബിളിനകത്ത് നമ്മൾ ഫസ്റ്റ് അറയിലുള്ള എലമെൻറ്റ്സ് എല്ലാം എടുത്ത് ഇവിടെ വയ്ക്കും. സെക്കൻഡ് എന്ന് പറയുന്നത് നമ്മൾ മൊത്തം സെക്കൻഡ് അറയിലുള്ള എലമെൻറ്റ്സ് എല്ലാം നമ്മൾ ഇതിനകത്തോട്ട് സെറ്റ് ചെയ്ത് വയ്ക്കും. സോ ഇതാണ് നമ്മൾ സ്പ്രെഡ് ഓപ്പറേറ്റർ യൂസ് ചെയ്യുന്നത്. അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നിങ്ങൾക്ക് ഇപ്പോൾ വലിയൊരു കുറേ എലിമെൻറ്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ സ്പ്രെഡ് ഓപ്പറേറ്റർ വെച്ച് ആഡ് ചെയ്യണം. അതായത് നമുക്ക് പുതിയൊരു വേരിയബിളിനകത്ത് നമ്മൾ പുതിയൊരു അറേ ഉണ്ടാക്കുകയാണെങ്കിൽ എക്സിസ്റ്റിംഗ് ഉള്ള അറേ, അതായത് നിങ്ങളുടെ പഴയ അറേ ഉണ്ടെങ്കിൽ ആ അറയിലുള്ള എലിമെൻറ്റ്സ് നിങ്ങൾക്ക് സ്പ്രെഡ് ഓപ്പറേറ്റർ വെച്ച് ഇതിനകത്ത് സെറ്റ് ചെയ്ത് വയ്ക്കാം. ഓക്കെ, പിന്നെ നമുക്ക് അറേ മെർജ് എന്ന് പറഞ്ഞുകൊണ്ട്, അതായത് സ്പ്രെഡ് ഓപ്പറേറ്ററിന് പകരം നമുക്ക് ഇവിടെ അറേ മെർജ് എന്ന് പറഞ്ഞൊരു ഡിഫൈൻഡ് ഫംഗ്ഷൻ ഉണ്ട്. അത് വെച്ചിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. ഓക്കെ, സ്പ്രെഡ് ഓപ്പറേറ്റർ യൂസ് ചെയ്യുന്നതിന് പകരം. പിന്നെ ഉള്ളത് നൾ കോയിൽ സ്കെയിലിംഗ് ഓപ്പറേറ്റർ. അത് ആക്ച്വലി ഒരു ടെർണറി ഓപ്പറേറ്റർ വെച്ചിട്ടാണ് ഇതിനകത്ത് പറയുന്നത്. അതിൻ്റെ വേറൊരു പേരാണ് കോയിൽസ്കിങ് ഓപ്പറേറ്റർ എന്ന് പറയുന്നത്. പിന്നെ ഇവിടെ നൾ കോയിൽസ്കിങ് ഓപ്പറേറ്റർ എന്ന് പറഞ്ഞുകൊണ്ട്, അതായത് നമ്മളിവിടെ ഡബിൾ ക്വസ്റ്റ്യൻ മാർക്ക് ഇവിടെ യൂസ് ചെയ്യും. അതായത് ഈ ഒരു കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ മാത്രമേ ഇതിനകത്തുള്ള ഓപ്പറൻ 2 മാത്രമേ എടുക്കത്തുള്ളൂ. അല്ല എന്നുണ്ടെങ്കിൽ നള്ളായിരിക്കും വരുന്നത്. ഓക്കെ, അതാണ് നൾ കോയിൽസ്കിങ് ഓപ്പറേറ്റർ എന്ന് പറയുന്നത്. പിന്നെ വരുന്നത് സ്പേസ്ഷിപ്പ് ഓപ്പറേറ്റർ. സോ ഓപ്പറേറ്ററിനകത്ത് ഇത് യൂസ് ചെയ്യുന്ന പറയുന്നത് നമ്മൾ ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ഡബിൾ ഈക്വൽ ടു ഇങ്ങനത്തെ ടൈപ്പ് യൂസ് ചെയ്യുമ്പോഴാണ്. ഇപ്പോൾ സ്പേസ്ഷിപ്പ് ഓപ്പറേറ്റർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെ യൂസ് ചെയ്യും, ലെസ് ദാൻ ഈക്വൽ ടു, ഗ്രേറ്റർ ദാൻ എന്ന് പറഞ്ഞ സിമ്പിൾ. അത് നമ്മൾ കോമൺ കൂടുതലും യൂസ് ചെയ്തില്ല, ജസ്റ്റ് വേണമെങ്കിൽ റെഫർ ചെയ്ത് എടുക്കാം. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. സോ ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനം ഓപ്പറേറ്റേഴ്സ് ആണ് നമ്മൾ നോക്കിയിട്ടുള്ളത്. അറിത്മെറ്റിക്, കമ്പാരിസൺ, ലോജിക്കൽ, അസൈൻമെൻറ്റ്, സ്ട്രിങ്, അറേ, കണ്ടീഷണൽ, സ്പ്രെഡ് ഓപ്പറേറ്റേഴ്സ്. ഓക്കെ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഓപ്പറേറ്റേഴ്സ് വെച്ചിട്ടായിരിക്കും നമ്മളിവിടെ കോഡിംഗ് ഒക്കെ ചെയ്യുന്നത്. ഓക്കെ, ഇനി അടുത്ത നമുക്ക് കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്താണെന്ന് നോക്കാം. ഓക്കെ,